നീറ്റ് പരീക്ഷയ്ക്കായി കുവൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് നാട്ടിൽ പോയവർ പ്രതിസന്ധിയിൽ. പരീക്ഷാ കേന്ദ്രം മാറ്റാനുള്ള അപേക്ഷ അധികൃതർ പരിഗണിക്കാത്തതും കുവൈറ്റിൽ നിന്നും കേരളത്തിലേക്ക് നേരിട്ട് വിമാനമില്ലാത്തതും ഇത്തരം വിദ്യാർത്ഥികളെ കുഴയ്ക്കുകയാണ്. മേഖലയിൽ തുടരുന്ന അനിശ്ചിതത്വവും തിരിച്ചുള്ള യാത്രയെക്കുറിച്ച് ആശങ്ക സൃഷ്ടിക്കുന്നു. മെയ് 3-നാണ് ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിലെ MBBS, BDS, BAMS, BHMS ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്കുള്ള ഏകീകൃത പ്രവേശന പരീക്ഷയായ നീറ്റ് നടക്കുന്നത്. ഇതിനായി നേരത്തെ രജിസ്ട്രേഷൻ പൂർത്തിയായിരുന്നു. കുവൈറ്റിൽ നിന്നും വിദ്യാർത്ഥികൾ കുവൈറ്റ് സെൻട്രൽ ഒന്നാം ഓപ്ഷനായി അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടെ ചില വിദ്യാർത്ഥികൾ വെക്കേഷനിൽ നാട്ടിൽ പോയി. പരീക്ഷയ്ക്ക് മുൻപ് തിരിച്ചെത്താമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ. എന്നാൽ ഫെബ്രുവരി 28-ന് ഇസ്രയേൽ US ഇറാൻ സംഘർഷം ആരംഭിക്കുകയും കുവൈത്ത് വ്യോമപാതയും വിമാനത്താവളവും അടച്ചിടുകയും ചെയ്തു. ഇതോടെ നാട്ടിൽ പോയവർ അവിടെ അകപ്പെട്ടു. കുവൈത്തിൽ പരീക്ഷയ്ക്ക് എത്താൻ കഴിയുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ നാട്ടിൽ പരീക്ഷാ സെന്റർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ അധികൃതർക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ അനുകൂലമായ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പരീക്ഷയ്ക്ക് ഇനി ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ എന്നതിനാൽ എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. കുവൈറ്റിലേക്ക് കേരളത്തിൽ നിന്ന് സൗദി വഴിയാണ് ഇപ്പോൾ വിമാന സർവീസുകൾ ഉള്ളത്. ദിവസവും ഈ സർവീസ് ഇല്ലാത്തതിനാൽ പെട്ടെന്ന് യാത്ര ചെയ്യാൻ കഴിയില്ല. സൗദി വഴി കുവൈത്തിലെത്താൻ വലിയ തുകയും സമയവും ചെലവാക്കണം. കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും യാത്ര ചെയ്യേണ്ടി വരുമെന്ന് യാത്രാ ചെലവും ഇരട്ടിപ്പിക്കും. യാത്രയ്ക്ക് ഒരുങ്ങിയതിനു ശേഷമാണ് പരീക്ഷാ കേന്ദ്രം മാറിയതായി അറിയിപ്പ് ലഭിക്കുന്നതെങ്കിൽ അതും പ്രയാസം സൃഷ്ടിക്കും. ഇത് സംബന്ധിച്ച് വേഗത്തിൽ വ്യക്തത ലഭിക്കണമെന്ന ആവശ്യത്തിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.